വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രാപ്തിയുടെ 800 വർഷമായിട്ട് ആചരിക്കുന്ന ഈ വർഷം ലയോ മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അസീസിയിൽ വിശുദ്ധൻ സഞ്ചരിച്ച പുണ്യ വഴികളിലൂടെ സഞ്ചരിക്കുവാനും അസീസിയിലെ സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ റിലിക്സ് കാണുവാനും വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ദണ്ഡവിമോചനം നേടുവാനുമുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സെൻറ്റ് ലോറൻസ് ഓഫ് ബ്രിൻഡീസി ആശ്രമത്തിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള കപ്പുച്ചൻ അച്ഛന്മാർ റോമിൽ പഠിക്കാൻ നിൽക്കുന്ന ഈ ആശ്രമത്തിൽ നിന്ന് ഒരുമിച്ച് നടത്തിയ തീർത്ഥാടനമാണ് നമ്മളീ കാണുക. ഈ തീർത്ഥാടനത്തോടൊപ്പം നമുക്കും പങ്കുചേരാം. സാന്താമിയാനോ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഫ്രാൻസിസ് കുരിശിൽ നിന്ന് ആ ദർശനവാക്യം ഏറ്റെടുക്കുകയായിരുന്നു. എൻ്റെ ആലയം പുതുക്കി പണിയുക. സ്വന്തം ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് സഭയെ പുനരുദ്ധരിക്കുവാനായിട്ട് ഇറങ്ങിയ ഫ്രാൻസിസ് തൻ്റെ ജീവിതം മാറ്റിമറച്ചുകൊണ്ട് ക്രിസ്തു സ്നേഹത്താൽ നിറഞ്ഞ് ആ സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. കുഷ്ഠരോഗികളെ ചുംബിച്ചുകൊണ്ടും ഓരോ വ്യക്തിയിലും ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച വിശുദ്ധ ഫ്രാൻസിസ് ഒരു നാമമല്ല, ഒരു പേരല്ല, ഒരു പ്രസ്ഥാനമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് വലിയൊരു ആത്മീയതയായിട്ട് ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയായിട്ട് ലോകമെമ്പാടും സഭയെ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന വക്താക്കളായിട്ട് മാറുകയാണ്. 800 വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയവൻ ഇന്നും ജീവിക്കുകയാണ്, ഇന്നും സഭയെ നവീകരിക്കുകയാണ്. ഈ വർഷം ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണം ലയോ മാർപ്പാപ്പ പറയുന്നത് 800 വർഷങ്ങൾക്ക് മുമ്പ് സഭയെ സ്വന്തം ജീവിതം കൊണ്ട് നവീകരിച്ചവൻ, ആ നവീകരിച്ചവൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സഭയിൽ നമ്മുടെ ഓരോരുത്തരുടെയും നവീകരണം കൊണ്ട്, വിശുദ്ധീകരണം കൊണ്ട് സഭ നവീകരിക്കപ്പെടുവാനായിട്ട് ഈ വർഷം സമർപ്പിക്കാമെന്ന്. ഈ പുണ്യാവസരത്തിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാധ്യസ്ഥ ഉപേക്ഷിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.